2017 റയൽ തിരിച്ചടികൾ നേരിട്ടിരുന്നു. പലരും അവരെ എഴുതി തള്ളിയിരുന്നു. തിരിച്ചുവരവുകൾ അസാധ്യമാണെന്ന് പോലും വിധിച്ചിരുന്നു. റയലിൻ്റെ മെല്ലെപ്പോക്ക് അവരെ ചാമ്പ്യൻസ് ലീഗ് നേടുവാൻ സഹായിക്കില്ല എന്ന് പോലും പലരും പറഞ്ഞിരുന്നു. ഈ മുൻവിധികൾക്കെല്ലാം അവർ മറുപടി നൽകിയത് 2017 ജൂൺ 4 മില്ലേനിയം സ്റ്റേഡിയത്തിലെ വെള്ളി വെളിച്ചത്തിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ വെള്ളിക്കപ്പ് ഉയർത്തിയായിരുന്നു. പിന്നീട് ഞാൻ കണ്ട 2024 UCL കിരീടം നേട്ടം വരെ അവരത് തുടർന്നുകൊണ്ടേയിരുന്നു. മനസ്സും ശരീരവും ചിന്തയുമെല്ലാം തോൽക്കുന്നിടത്ത് പലപ്പോഴും മാൻഡ്രിഡിൻ്റെ മാജിക്കുകൾ നടന്നുകൊണ്ടേയിരുന്നു. റയൽ മാൻഡ്രിഡിനെ സംബന്ധിച്ച് അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ ഒരു ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് പോലും പലരും പറയാറുണ്ടായിരുന്നു. കാരണം അവിടെ അവരെ മുൻവിധിക്ക് എറിഞ്ഞു കൊടുക്കുക അസാധ്യമായതുകൊണ്ട് തന്നെ. ദിസ് ഈസ് ഇൻ ജസ്റ്റ് എ ഫുട്ബോൾ, ദിസ് ഈസ് എൻ ഐഡൻറ്റിറ്റി, ദിസ് ഈസ് സാക്രിഫൈസ്. അതിലേക്കെത്തുന്ന ഓരോ പ്ലേയേഴ്സിനും അതറിയാം. ഓരോ ആരാധകനും അത് ഇന്നോളം അനുഭവിച്ചറിയുന്നുമുണ്ട്. ഇന്നിതാ അവർക്ക് മുന്നിൽ മറ്റൊരു സാഹചര്യം കൂടി വന്നെത്തിയിരിക്കുന്നു. 3 ഗോളിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയ ആദ്യ ഭാഗത്തിൽ നിന്നും റയൽ മാഡ്രിഡ് തിരിച്ചു വരുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡെക്ലാൻ റൈസിൻ്റെ മികച്ച 2 ഫ്രീ കിക്ക് ഗോളിലൂടെ ഗണ്ണേഴ്സിൽ നിന്ന് നേരിട്ട ആദ്യപാദ പരാജയത്തിൽ നിന്നും അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയില്ലെങ്കിൽ റയൽ മാഡ്രിഡ് എന്ന ചാമ്പ്യൻസ് ലീഗ് വമ്പന്മാർക്ക് തങ്ങളുടെ 16ാമത് ലീഗ് ട്രോഫി എന്ന സ്വപ്നം വെറും വ്യാമോഹമായി മാറും. അസാധ്യമാണെന്ന് പലരും വിധിക്കുമ്പോഴും റയൽ മാഡ്രിഡ് ആരാധകർ ഇന്നും അവരെ വിശ്വസിക്കുന്നുണ്ട്. ഇന്നോളം അവർ കണ്ട കഥകളെല്ലാം അത്ഭുതങ്ങളുടെ രാത്രികളായതിനാൽ അവർക്കതിൽ സംശയവുമില്ല. എങ്കിലും അക്ഷരാർത്ഥത്തിൽ അതൊരു അവിശ്വസനീയമാണ്. കാരണം യുവതലമുറയെ കോർത്തിണക്കിയ അർട്ടേറ്റയുടെ ഗണ്ണേഴ്സിന് മുന്നിൽ അത് 3 ഗോളിൻ്റെ ലീഡിനെ മറികടക്കുക എന്നത് സ്വബോധത്തെ പോലും പലപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. റീസെൻറ്റ് ഫോമുകളെയും ചരിത്രവും കൂട്ടിക്കിഴിച്ച് പലരും കാര്യങ്ങൾ സംസാരിക്കുന്നത് കാണാം. പക്ഷേ റയലിനെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമേ അല്ല. ചരിത്രവും ഫോമും ഒന്നും തന്നെ അവർ പലപ്പോഴും ചികഞ്ഞെടുക്കാറില്ല. വരുന്ന 90 മിനിറ്റ് അതിലാണ് കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. വരുന്നവൻ്റെ വലിപ്പമളക്കാതെ മൈതാനത്ത് അവരെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. 3 ഗോളിൻ്റെ ലീഡ് ആർസനലിനുണ്ടെങ്കിൽ പോലും റയലിനെ എഴുതി തള്ളുവാൻ സാധിക്കുകയില്ല. ഇന്നോളം ഫുട്ബോളിൽ രചിക്കപ്പെട്ട റയൽ ചരിത്രമെല്ലാം അതിങ്ങനെ അവരുടെ രക്തം കൊണ്ട് ചരിത്രത്തിൽ കുറിച്ച് വച്ചിട്ടുണ്ട്. കാരണം അവർ വെറും ഒരു ക്ലബ്ബല്ല. വിശ്വാസം കൊണ്ടും ത്യാഗം കൊണ്ടും ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും വാശി കൊണ്ടും കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിൻ്റെ പേരാണ് റയൽ മാഡ്രിഡ് എന്ന്. ഇന്നലെ കണ്ടവർക്ക് അറിയണമെന്നില്ല, പക്ഷേ സാക്ഷിയായവർക്ക് പാഠങ്ങൾ ഏറെ ഉണ്ടാകും പറയുവാൻ. ഇതിനു മുമ്പും അവർ പരാജയങ്ങൾ ഏറെ നേരിട്ടിട്ടുണ്ട്. PSG-യുമായും ചെൽസിയുമായും മാഞ്ചസ്റ്റർ സിറ്റിയുമായും ബയേണുമായുമെല്ലാം. എന്നാൽ അവിടെയെല്ലാം അവർ തിരിച്ചുവരവുകൾ നടത്തിയിട്ടുമുണ്ട്. ഇപ്പോഴതാ ആഴ്സണലും. കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. ക്വാർട്ടർ ഫൈനൽ 2ാം പാദ മത്സരത്തിന് ഇങ്ങ് ബെർണാബ്യൂവിൽ അരങ്ങൊരുങ്ങുമ്പോൾ അവർക്കിനിയും തിരിച്ചുവരവുടെ സാധ്യതയുണ്ട്. മധ്യനിരയിൽ വാൾവർഡെ എന്ന ഉറുഗ്വേൻ മിഡ്ഫീൽഡർ നിറഞ്ഞാടുമ്പോൾ, ബെല്ലിംഗ്ഹാം ഓരോ തുള്ളി രക്തവും വിജയത്തിനായി വാർന്നൊഴുക്കുമ്പോൾ, എംബാപ്പയും വിനീഷ്യസും റോഡ്രിഗോയും ലക്ഷ്യം തെറ്റാത്ത അമ്പുകളായി പെയ്തിറങ്ങുമ്പോൾ, കോർട്ടിയാസ് ഒരു മതിൽ പോലെ റയൽ കോട്ടയ്ക്ക് കാവലൊരുക്കുമ്പോൾ, സെബലോസിൻ്റെ തിരിച്ചുവരവ് ഊർജ്ജമേകുമ്പോൾ തിരിച്ചുവരവുകൾക്ക് സാധ്യതയുണ്ട്. അതിനെല്ലാം ഉപരി 90,000-ലധികം വരുന്ന ആരാധകരുടെ വിശ്വാസവും ബെർണാബ്യൂവിൻ്റെ മണ്ണിൽ അസാധ്യതകളെ അത്ഭുതത്തിലേക്ക് എത്തിക്കും. അസാധ്യമായ പലതും സംഭവിക്കുമ്പോഴാണല്ലോ നമ്മളതിനെ അത്ഭുതമെന്ന് പേരിട്ട് വിളിക്കുന്നത്. അതെ, വരും മണിക്കൂറുകളിൽ അത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കാം. Probably, miraculously, impossibly, beyond their dreams, their expectations. And Pep does not know where to look. For the 17th time, this club of glitz and legend will go to the final of the European Cup. Blink it back.